രാവിലെ എണീറ്റ് അപ്പവും ചമ്മന്തിയും ഉണ്ടാക്കുക എന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്നലെ രാത്രി കിടന്നത്. പക്ഷെ രാവിലെ എണീറ്റ് നോക്കിയപ്പോഴാണ് അപ്പപ്പൊടി തീർന്നിരിക്കുക എന്നുള്ള സത്യം ഞാൻ അറിഞ്ഞത്. മുകളിലോട്ട് നോക്കിയത് വേറെ ഒന്നുമല്ല കേട്ടോ, ആ തെങ്ങിലോട്ട് എണ്ണാൻ കയറിപ്പോൾ അതിനെ നോക്കിയതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇന്ന് നമുക്കൊരു ഉപ്പുമാവായാലോ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് ഉണക്കമുന്തിരിയും കുറച്ച് അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട്. നമുക്ക് സവാളയും ക്യാരറ്റും ഇഞ്ചിയും പച്ചമുളക് ഇടുന്നില്ല കേട്ടോ, ഇതെല്ലാം കൂടി ചോപ്പറിനകത്തുനിന്ന് അരിഞ്ഞെടുക്കുക. അപ്പോൾ ഞാൻ ഈ ചോപ്പറാട്ടോ ഉപയോഗിക്കുന്നത്. ഇതിനകത്താകുമ്പം നമുക്ക് ഈ തോരൻ പോലെ തന്നെ പെട്ടെന്ന് നല്ലോണം അരിഞ്ഞ് കിട്ടും, പെട്ടെന്ന് വാടിയും കിട്ടും. അപ്പോൾ അതിനകത്തോട്ട് സവാള 2ആയിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ആ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഇട്ട് കൊടുക്കാത്തതിനകത്ത് കിടന്ന് ഭയങ്കരമായിട്ട് അരഞ്ഞു പോകും. അങ്ങനെ നമുക്ക് ഇതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഇങ്ങനെ കുനുകുനാന്ന് ചോപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിയിട്ട് ആദ്യം നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കണം. അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ട് മൂത്ത് തുടങ്ങുമ്പോൾ തന്നെ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കണം, കാരണം നമ്മളിത് കോരി വെക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഉപ്പുമാവിന്. ഉപ്പുമാവ് തിന്നാൻ ഇഷ്ടമല്ലാത്തവർക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ ആ അണ്ടിപ്പരിപ്പ് ഇട്ട് തണ്ടുന്ന ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. ഈ സമയത്താണ് നമ്മൾ മുന്തിരി ഇട്ട് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഈ അണ്ടിപ്പരിപ്പ് കറുത്ത് പോകും. അപ്പം മുന്തിരിങ്ങ ഇട്ട് കൊടുത്ത് അതൊന്ന് വീർത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അരിഞ്ഞ് വെച്ച സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ഇളക്കി അതെല്ലാം മൂത്തു. അപ്പോൾ ക്യാരറ്റും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ അരിഞ്ഞത്, സവാളയെല്ലാം കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുത്തു. ഇച്ചിരി ഉപ്പൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. പലരും ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല, വെള്ളം പോലാവുന്നു, കുതിർന്നു പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ചിലർക്കൊക്കെ റെഡിയാവും. എന്നാലും റെഡി ആവാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പും കൂടെ പറഞ്ഞുതരാം കേട്ടോ. ഈ കൂട്ടത്തിൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഉപ്പുമാവ് വരും. അപ്പം ഞാൻ ഇവിടെ റവ അളക്കാനെടുത്ത ഗ്ലാസ് ഇതാട്ടോ. ഇത് ഇവിടുത്തെ ജഗ്ഗിൻ്റെ ഗ്ലാസ്സാണ്, ജഗ്ഗിൻ്റെ കൂടെ പേരായിട്ട് വരുന്നത്. അപ്പം നിങ്ങൾ ഏത് പാത്രത്തിലാണോ റവ എടുക്കുന്നത് ആ സെയിം പാത്രത്തിൽ സെയിം അളവിൽ തന്നെ വെള്ളം എടുക്കണം. ഞാൻ ഇതിന് ഒരു കപ്പ് നിറച്ച് റവ എടുക്കുന്നുണ്ട്. ആ ഒരു കപ്പ് നിറച്ച് തന്നെ വെള്ളവും എടുക്കണം. റവ എടുക്കുമ്പം കൂമ്പാരം എടുക്കരുത്, നികത്തി എടുക്കണം. വെള്ളം നമുക്ക് കൂമ്പാരം എടുക്കാൻ പറ്റത്തില്ല, നികത്തിയല്ലേ. അപ്പം എന്നാലേ അളവ് കറക്റ്റായിട്ട് വരത്തുള്ളൂ. അന്നേരം ഈ ഒരു ഗ്ലാസ്സിനാണ് ഞാനിവിടെ റവ എടുക്കുന്നത്. അപ്പം നിങ്ങൾ ഏത് ഗ്ലാസ്സിനാണോ അല്ലെങ്കിൽ ഇതേപോലെ ഗ്ലാസ് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്, അളവ് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പം ഞാനിതിന് ഒരു ഗ്ലാസ്